ബ്രെഡ് വെച്ചിട്ട് മസ്റ്റായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആട്ടോ. പുതുതായിട്ടുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് അവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ അത് ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നുണ്ടത്, വലുതല്ല. അപ്പോൾ ഇതാ ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് പൊട്ടാറ്റോ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 പൊട്ടാറ്റോ കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 ചെറിയ പീസ് ചിക്കനൊന്ന് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്നാക്സ് നമുക്ക് ചിക്കൻ ഇല്ലെങ്കിലും പൊട്ടാറ്റോ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. ചിക്കനും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പൊട്ടാറ്റോ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കൂടെ മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചെടുക്കണ്ട, കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ബാറ്ററാട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് ലൂസാക്കി എടുക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളം പോലെ ആവും ചെയ്യരുത് കേട്ടോ. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായാൽ മതി, എന്നാൽ കൂടുതൽ വെള്ളം പോലെ ആവും ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ സവാളൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മളുടെ മാവ് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഇതുണ്ടല്ലോ, അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരുന്നു കേട്ടോ, അതിൻ്റെ സൈഡ് ഭാഗം. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ തീരെ വലുപ്പമല്ല കേട്ടോ ബ്രെഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഒരു ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ്ങിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നല്ലത് ഇതുപോലെ ഫില്ലിങ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. 2 ഭാഗം ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് 4 ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു പാനായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് വേവിച്ചതായതുകൊണ്ട് തന്നെ പിന്നെ ചതുരത്തിലായതുകൊണ്ട് 4 ഭാഗം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് 4 ഭാഗം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ. ചൂടോട് കൂടെ നല്ല മഴത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ്. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.